ഒരു കാര്യം പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലോ? എന്താണ് ഇതിൽ ധൈര്യമായിട്ട് പറഞ്ഞു? എന്നെ ആരും ഇവിടെ തല്ലാനൊന്നും പോണില്ല. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഞാൻ ഇറച്ചി തിന്നും, മീൻ തിന്നും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നും. ഞാൻ ഇറച്ചി തിന്നും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നും. ഇനി കഴിക്കുമ്പോ എന്നെ വിളിക്കണം, ഞാൻ കഴിക്കും. ബീഫ് കഴിക്കരുതെന്നും ബിജെപിക്കാർ എന്നോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം? താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? ഞാൻ ഇന്ന് രാവിലെ ഒന്നാം തരം കോഴീന്റെ ഇറച്ചി തിന്നാ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ബീഫും പറ്റില്ലേ? അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല. ഇതെല്ലാം ഒന്ന് ഒഴിവാക്കിയാലോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും നല്ലതാണ്. ഒരു വെയിറ്റേറിനായ ഇക്കാര്യം നേരത്തെ ആലോചിക്കാൻ എന്താ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ. മുഴുവനും അങ്ങോട്ട് അവസാനിപ്പിക്കുക. എന്താ വേണ? ഇല്ലത്ത് അങ്ങനെ ഒരു പതിവില്ല. നിർബന്ധിക്കുകയാണെങ്കിൽ നിർബന്ധിക്കുന്നില്ല. അല്ല, നിർബന്ധിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. BJP-യിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പോകണമെന്ന് എൻ്റെ അഭിപ്രായം. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അഭിപ്രായമേ പറയണ്ട. മോദിയെ താങ്കൾ നേരത്തെ UDF പക്ഷത്ത് നിന്നപ്പോഴും LDF പക്ഷത്ത് നിന്നപ്പോഴും തെറി വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. മോദി പണ്ടും ഉണ്ട്. ഇപ്പോഴെങ്ങനെയാണ് ഒരു മോദി പ്രേമം വന്നത്? കാശ് പണ കൊട്ട് മണി മണി, കാശ് പണ കൊട്ട് മണി മണി. അപ്പൊ അന്ന് 2013 ഈ വ്യക്തിയോട് സ്നേഹമുണ്ട്. ആ വ്യക്തിയെ ബഹുമാനം ഞാൻ അങ്ങനെ ഇന്ന് വരെ കുറ്റം പറഞ്ഞിട്ടില്ല. ചുമ്മാ വൃത്തിയോട് പറഞ്ഞ ശരിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയക്കാരെപ്പറ്റി മൊത്തം പുച്ഛമാണ് ജനത്തിന്. കാരണം ഇങ്ങനെ എല്ലാം കള്ളനാന്ന്. അപ്പൊ നമ്മളും രാഷ്ട്രീയക്കാരും നമ്മളും കള്ളനാന്ന് മനുഷ്യൻ പറയൂ. സ്വാഭാവികം. ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് പറഞ്ഞു നടക്കുന്നതെന്ന് അറിയാവോ? എല്ലാം ഞാൻ നേരിടുന്നില്ലേ, സഹിക്കുന്നില്ലേ? ഞാൻ പോട്ടാ, ഞാനും വരുന്നു. ചുമ്മാ വരി. കാശ് പണോ കൊട്ട് മണി മണി, കാശ് പണ കൊട്ട് മണി മണി.